കൊടുക്കാനുണ്ട്. നിങ്ങൾ എത്രയോ പിന്നിൽ നിസ്കരിച്ച മഹാനായ അയ്യൂബ് ഖാൻ സൗദി ഉസ്താദ് ആവേശത്തോടെ നിങ്ങൾ പ്രഭാഷണം കേട്ടിരുന്ന സാംസ്കാരിക കേരളത്തിന്റെ മണ്ണുകളെ പിടിച്ചുകുലുക്കിയ പ്രഭാഷകരായിരുന്ന ഈ രാജ്യത്തെ വിദഗ്ധകാരന്റെ പേര് സ്വപ്നമായിരുന്ന ആദർശ കേരളത്തിന്റെ സുന്നി പ്രസ്ഥാനത്തിന്റെ കരുത്തായിരുന്ന ആവേശമായിരുന്ന മഹാനായ അയ്യൂബ് ഖാൻ സൗദി ഉസ്താദ് പരവൂര് പള്ളിക്കാട്ടില് 6 അടി മണ്ണിന്റെ ഉള്ളിൽ വിശ്രമിക്കുമ്പോ എന്റെ ഈമാനുള്ള മുസ്ലിമീങ്ങളെ, താൻ ജോലി ചെയ്യുന്ന പള്ളിയിൽ ഒരു വിശുദ്ധമായ റമദാനിന്റെ വെള്ളിയാഴ്ച ജുമായുടെ നേരം അതാ ഖുതുബ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് താൻ പ്രതിനിധീകരിക്കുന്ന ജനങ്ങളോടൊരു പ്രഭാഷണം നടത്തി. ആ പ്രഭാഷണത്തിന്റെ ഒടുവിൽ ഉസ്താദ് പറഞ്ഞതെന്റെ സുഹൃത്തെന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. അന്ന് സൗദി ഉസ്താദ് പറഞ്ഞത്, ഞാൻ ദീർഘമായ ഒരു യാത്രയ്ക്കൊരുങ്ങുകയാണ്. അത് താൻ പ്രതിനിധീകരിക്കുന്ന ജുമയ്ക്ക് തന്റെ മുന്നിൽ ഉപദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ അറിയുന്നുണ്ടോ? ഇത് എന്നേക്കുമുള്ള യാത്ര പറച്ചിലാണെന്നറിയുന്നില്ല. ആ മഹാനായ പണ്ഡിതൻ അവിടെ നിന്നിറങ്ങി തുടകെന്ന് പറയുന്ന എരുമാടടുത്തുള്ള പ്രദേശത്തൊരു പ്രഭാഷണ സദസ്സിലേക്ക് പോകുമ്പോ പകലോൻ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ശിരസ് നമിക്കാൻ ഏതാനും നിമിഷങ്ങൾ കാതോർത്തു നിൽക്കുമ്പോ ഈമാനുള്ള എന്റെ മുസ്ലിമീങ്ങളെ, നോമ്പുകാരനായി പരിശുദ്ധമായ ജുമുഅ ദിവസം, പവിത്രമായ വെള്ളിയാഴ്ച ദിവസം ഗർഭിണിയായ തന്റെ ഭാര്യയെ വിധവയാക്കി, തന്റെ പൊന്നുമക്കളെ അനാഥരാക്കി, തന്റെ ഒരു കുടുംബത്തെ മുഴുവനും കണ്ണുനീരിലാക്കി, ഈ കേരളക്കരയിലെ 10,000 സുന്നി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരെ ഹൃദയത്തിൽ കുത്തിനോവിപ്പിച്ചുകൊണ്ട് ഈ നാടിന്റെ വിളക്കായിരുന്ന കേരളത്തിന്റെ പ്രഭാഷകൻ മഹാനായ അയ്യൂബ് ഖാൻ സൗദി ഉസ്താദ് ലോകത്തോട് വിട പറഞ്ഞു പോയില്ലയോ? അർഹമുർറാഹിമായ അല്ലാഹ്, ആ പ്രിയപ്പെട്ട പണ്ഡിതന്റെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ നാട്ടിൽ ഇമാമത്ത് നിന്ന പണ്ഡിതനാണ്, ഉപദേശം നൽകിയ പണ്ഡിതനാണ്. നാളെ സ്വർഗ്ഗത്തിൽ അവിടുത്തെ ഉപദേശം കേൾക്കാൻ അവസരം നൽകണേ അല്ലാഹ്. ജീവിച്ചു കൊതി തീരാത്ത ചെറുപ്പക്കാരനല്ലയോ? 38 വയസ്സ് മാത്രം പ്രായമുള്ള എന്റെ മുന്നിലുള്ള ചെറുപ്പക്കാരന്റെ പ്രായമുള്ള തുടിപ്പും പിടിപ്പുമുള്ള ഓജസ്സും തേജസ്സുമുള്ള ഒരു ചെറുപ്പക്കാരനായ യുവപണ്ഡിതൻ വിശ്രമിക്കുന്നതെവിടെയാണ് മുസൽമാൻ? ഖബറിലല്ലയോ? സ്വദേശമാകുന്ന വീട്ടിലല്ലയോ? അന്ന് അയ്യൂബ് ഖാൻ സൗദി ഉസ്താദ് ലോകത്തോട് വിട പറയുമ്പോ ആ പ്രിയപ്പെട്ട പണ്ഡിതന്റെ ഭാര്യ ഗർഭിണിയാണ്. ആ പെണ്ണ് പ്രസവിച്ചു കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോ എന്റെ ഉപ്പയാരാണ്? എന്റെ ഉപ്പ എവിടെയാണ്? ആ പൊന്നുമ്മാന്റെ മുഖത്ത് നോക്കി പൊന്നുമോൻ ചോദിച്ചാൽ ആ പെണ്ണ് ആരെ കാട്ടിക്കൊടുക്കാനാണ്? ആരെ കാണിച്ചു കൊടുക്കാനാണ്? അതുകൊണ്ട് യുവാക്കളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് അയ്യൂബ് ഖാൻ സൗദി ഉസ്താദിന്റെ ചരിത്രം മാത്രമല്ല, ഖാലിദ് ഉവൈസി എന്ന പ്രസംഗത്തിൽ വന്നതാണ്. ഞാൻ എന്റെ വീട്ടിൽ നിന്നിറങ്ങി വരുമ്പോ എന്റെ വീടിന്റെ പൂമുഖത്തും 2 ചെറിയ മക്കൾ ഇരിപ്പുണ്ട് കേട്ടോ. വാപ്പ പോയി വരാമെന്ന് സലാം പറഞ്ഞിറങ്ങി വരുമ്പോ എന്റെ പൊന്നുമക്കൾ എന്റെ വലത്ത് കവിളിലും ഇടത്ത് കവിളിലും ചുംബനം നൽകുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ അയ്യൂബ് ഖാൻ സൗദി ഉസ്താദ് പ്രഭാഷണത്തിന് പോയതുപോലെ നോക്കത്താ ദൂരത്തെന്റെ നാട്ടിൽ നിന്ന് വന്നവനാണ് ഞാനിനി തിരിച്ചു പോകേണ്ടത് വാഹനത്തിലാണ്. കൺട്രോളറാരാണ്? വാഹനം നിയന്ത്രിക്കുന്നതാരാണ്?
സ്വദേശത്തെക്കുറിച്ച് ചിന്തയില്ലാതെ, ഖബറിനെക്കുറിച്ച് ചിന്തയില്ലാതെ, മരിക്കണമെന്ന ബോധമില്ലാതെ ഞാനങ്ങ് ജീവിച്ചു പോയാൽ, മദീനയുടെ മഹാരാജാവിന്റെ വാചകം കണ്ടോ? ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത സഹാബി വര്യനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളോട് പറഞ്ഞത് കണ്ടോ? വദ്ദരസക മിൻ അസ്ഹാബിൽ ഖുബൂർ, ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ വിശ്രമ കേന്ദ്രം ഖബറാണ് അബ്ദുല്ലാ. എന്റെ ശബ്ദശൈലിയിലേക്ക് നിങ്ങൾ നോക്കരുത്, എന്റെ വാചകങ്ങളുടെ സാഹിത്യങ്ങളിലേക്ക് നോക്കരുത്. അതേസമയം അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സംഘടിപ്പിക്കപ്പെട്ട സദസ്സാണ്, മദീനയുടെ മഹാരാജാവിന്റെ ആത്മീയമായ ദർശനമുള്ള സദസ്സാണ്. ഈ സദസ്സിൽ നിന്ന് ഞാനെന്ന് പറയട്ടെയോ, ഇഖ്ലാസില്ലാത്തവനാണ് ഞാൻ, ഖൽബിൽ ഈമാൻ കുറഞ്ഞവനാണ് ഞാൻ. ഖബറിനെ കുറിച്ച് പ്രഭാഷണം പറയാൻ പവറുള്ളവരല്ല ഞാൻ. ഭൗതികമായ സുഖങ്ങളുടെ പിന്നാലെ പായുന്ന ഒരാഡംബര പ്രേമിയാണ് ഞാൻ. അതുകൊണ്ട് എന്റെ സ്വന്തം നഫ്സിനോട്, എന്റെ ഈമാനുള്ള സഹോദരങ്ങളോട്, ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരോട് സ്നേഹത്തിന്റെ ഭാഷയിൽ ഓർമ്മപ്പെടുത്തുകയാണ്, മരിക്കണമെന്ന ചിന്ത ഖൽബിൽ കടന്നു വരട്ടെയോ, ഹൃദയത്തിൽ കടന്നു വരട്ടെയോ. കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് മൂവാറ്റുപുഴയിൽ നിന്ന് പെരുമ്പാവൂരിലേക്കൊരു പ്രഭാഷണം കഴിഞ്ഞ് ഞാനിങ്ങനെ വാഹനത്തിൽ പോകുമ്പോ പാതിരാത്രി സമയമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാട്ടുകാരും പറഞ്ഞ് സമയം കളയുകയല്ല, ചിന്തിക്കാൻ ആവശ്യപ്പെടുകയാണ്. ഞാനിങ്ങനെ മുന്നോട്ട് പോകുമ്പോ കോലഞ്ചേരി എന്ന് പറയുന്ന സ്ഥലം കഴിഞ്ഞ് കാക്കനാട്ട് റൂട്ടിൽ വാഹനം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ,